ഹായ് ദോസ്തോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് 26 ജാനുവരി റിപ്പബ്ലിക് ഡേ ആണ്. അപ്പോൾ നമ്മളെ ക്ലബ്ബിൽ എല്ലാ വർഷവും 26th ഇവിടെ ഫ്ലാഗ് ഹോസ്റ്റിംഗ് ഉണ്ടാവും. ഈവൻ ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേക്കും പിന്നെ എല്ലാ സെലിബ്രേഷനും ഇവിടെ നടക്കാറുണ്ട് കേട്ടോ. ലൈക്ക് ക്രിസ്മസ്, വിഷു, ഓണം, ന്യൂ ഇയർ. അപ്പോൾ ഇത് ഫ്ലാഗ് ഹോസ്റ്റിംഗ് ഡേ ആയി കാരണം മോർണിംഗ് ഒരു 7:30 ആകുമ്പോഴേക്കും ഇവിടെ എല്ലാവരോടും ഗ്യാദർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോർണിംഗ് തന്നെ നമ്മളിവിടെ എത്തി. ഇതൊക്കെയാണ് നമ്മളെ വെലൻ ക്ലബിയുടെ മെമ്പേഴ്സ്. അപ്പോൾ ഇവിടെ കുറച്ച് സ്പീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലാഗ് ഹോസ്റ്റിങ്ങും ചെയ്തു. ശരിക്കും പറഞ്ഞാലൊരു എന്താ പറയുക, എല്ലാവരും കൂടി ഗ്യാദർ ചെയ്ത് കണ്ട് സംസാരിക്കുമ്പോൾ തന്നെ ഒരു രസം. പിന്നെ അത് കഴിഞ്ഞിട്ട് പായസം സെർവ് ചെയ്ത് പാലട പായസമായിരുന്നു. പിന്നെ അത് എല്ലാവരും ചൂട്ടോടെ കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ആരൊക്കെ വരുന്ന അവർക്കൊക്കെ കൊടുത്തുട്ട് ആ പായസം. അങ്ങനെയായിരുന്നു ഞങ്ങൾ ഫ്ലാഗ് ഹോസ്റ്റിംഗ്. ഇപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞ് വീട്ടിലെത്തി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. കുക്കും ഇന്നലെ ഈവനിങ് വന്നത് കാരണം ഇന്ന് ഞങ്ങൾ ആനിവേഴ്സറി ആണ്. 23 ഇയേഴ്സായി ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട്. അപ്പോൾ ആ സെലിബ്രേഷനിൽ കുക്കു ഇന്നലെ ഈവനിങ് ഇവിടെ എത്തി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ മോർണിംഗ് ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് 1:30 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ കുറേ ലേറ്റായി. അത് കഴിഞ്ഞ് ഇവിടെ എത്തി 1:30ക്ക് എത്തി. കാരണം കുക്കുവിന് ഇന്ന് തന്നെ തിരിച്ചു പോകണം. അപ്പോൾ അത് കാരണം നമ്മൾ വേഗം ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നത്. നമ്മൾ വന്നത് അയാത്ത് റീജൻസിയിലാണ്. അപ്പോൾ ഇവിടുത്തെ ബുഫേ കണ്ടില്ലേ, എന്തൊക്കെയാണ് ഇവിടുത്തെ വെറൈറ്റീസ് ഓഫ് മെനു ബുഫേയിലുള്ളത്. നമ്മൾ അലക്കാട്ടാണ് ചൂസ് ചെയ്തത് കാരണം ബുഫേ കഴിക്കാനുള്ള പ്ലേസ് തീരെ ഇല്ല. കാരണം കാലത്ത് തന്നെ നമ്മൾ അപ്പം ചിക്കൻ സ്റ്റൂ ആണ് കഴിച്ചത്. കുക്കുന് പിന്നെ ഹോസ്റ്റലായ കാരണം ഞാൻ കുക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഫുഡൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറ്. അപ്പോൾ പിന്നെ അത് കഴിച്ചപ്പോൾ തീരെ സ്റ്റമക്കിൽ അത്ര പ്ലേസ് ഇല്ല. പിന്നെ സെലിബ്രേഷൻ കാരണമാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അതിൽ നമ്മൾ തായ് ഫുഡ് നമുക്ക് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എനിക്കൊരു വലിയ സർപ്രൈസാണ് കേട്ടോ കിട്ടിയത്. അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് ഒരു പ്ലേറ്റ് വെച്ച് മൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു വലിയ സർപ്രൈസായിരുന്നു എനിക്ക്. പക്ഷേ ഫസ്റ്റ് തന്നെ ഞാൻ സ്റ്റക്കായി. കാരണം എൻ്റെ വിചാരം എന്തൊരു ഫൗണ്ടൻ കേക്കാണെന്നാണ്. കാരണം തീരെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എനിക്ക് ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് കിട്ടുമെന്ന് തീരെ. കാരണം അതൊന്നും ഞാൻ വീട്ടിലുണ്ടായിട്ടും ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല ഇവർ ഇങ്ങനത്തെ ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, പിന്നെ ഞാൻ വിചാരിച്ചു സ്റ്റാഫിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ ഒന്നിച്ച് കൊണ്ടുവരും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആദ്യം ഒരു പ്ലേറ്റ് കൊണ്ടുവന്ന് ഇങ്ങോട്ട് കാണിച്ചപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാവില്ല, പക്ഷേ ഞാനൊരു കേക്കാണെന്നാണ് വിചാരിച്ചുള്ളത്. ഇതൊരു വലിയ സർപ്രൈസായിരുന്നു. ഫുൾ പ്ലാൻഡ് ആയിരുന്നു കേട്ടോ. കുക്കു ഇതുപോലെ പറഞ്ഞു നമ്മുടെ ബാഗ് എനിക്ക് വേണം, ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്ത്? അപ്പോൾ അല്ല എനിക്ക് എൻ്റെ സാധനങ്ങളൊക്കെ വെക്കണം. അപ്പോൾ ഞാൻ ഓക്കെ എന്നെടുത്തോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവിടെ കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴും ആ ബാഗും പിടിച്ചിട്ട് നടക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് ഈ ബാഗും പിടിച്ച് നടക്കുന്നത്? അപ്പോൾ അല്ല വെറുതെ ഞാൻ പിടിച്ച് നടക്കണം, എനിക്ക് സ്റ്റൈലിൽ എനിക്ക് ആഗ്രഹമായിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ. പിന്നെ ഇവിടുന്ന് ആൾ പറഞ്ഞു ഞാൻ ഇപ്പോൾ വാഷ്റൂമിൽ പോയിട്ട് വരാം. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ അപ്പോഴും വാഷ്റൂമിൽ പോകുമ്പോൾ ആൾ ഈ ബാഗ് പിടിച്ചിട്ടാണ് പോണത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എന്തിനാണ് ഈ ബാഗ് പിടിച്ചിട്ട് പോകുന്നത്? അപ്പോൾ അല്ല എനിക്ക് കാജൽ ഇടാനാണ് വാഷ്റൂം പോയിട്ട്. അപ്പോൾ ഞാൻ ഓക്കെ അപ്പോഴും എനിക്ക് ഇങ്ങനത്തെ ഒരു ഓവർ പ്ലാനിങ്ങിനെ പറ്റിയിട്ട് ഇങ്ങനത്തെ ഒരു ചിന്ത വരുന്നില്ല. ആക്ച്വലി കുക്കും ചിബു തന്നെ അറിഞ്ഞിട്ടില്ല ഇങ്ങനത്തെ ഒരു സർപ്രൈസ് ഉള്ളത്. അത് മോർണിംഗിലാണ് നമ്മൾ മറ്റേ ഫ്ലാഗ് ഹോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷമാണ് അപ്പോഴാണ് കുക്കും ചിബു അറിയുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 3 ഫുൾ പ്ലാൻഡ് ആയിരുന്നു. ഞാൻ പിന്നെ ഇതൊന്നും അറിഞ്ഞില്ല. ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോയി.
ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്ത ഡിഷസ്. പിന്നെ കൂടുതലും എനിക്കും കുക്കുവിനും ജിബൂരൊക്കെ ഇവൻ ജഗദീപ് പിന്നെ അല്ലാതും കഴിക്കും, പ്രശ്നമില്ല. പക്ഷേ നമുക്കൊക്കെ ഇങ്ങനത്തെ വെറൈറ്റി ഫുഡാണ് ഇഷ്ടം കൂടുതലും. അപ്പോൾ അതിന് നമ്മൾ പാസ്ത ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പാസ്തയുടെ ഡ്രസ്സിങ്സാണ് അതൊക്കെ സൈഡിലിരിക്കുന്നത്. പിന്നെ സീസർ സലാഡ്സ്, പിന്നെ മലൈ ടിക്ക ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുങ്പോ ചിക്കൻ, അത് നമ്മളെ തായ് ഫുഡായിരുന്നു. മോർക്ക് മലായ് ടിക്ക പിന്നെ എന്താ പറയുക, നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ലൊരു ജ്യൂസി ടൈപ്പും ഒരു നല്ല സോഫ്റ്റ്നെസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം ഈ മീൻ ചട്നി ഉണ്ടായിരുന്നു. പിന്നെ ഇതൊരു കാഷ്യൂം ചീസും കൂടിയിട്ടുള്ളൊരു പേസ്റ്റാണ്, അങ്ങനത്തെ ഒരു ഫ്ലേവറാണ്. എനിക്കിത് ഒരു നോർത്ത് ഇന്ത്യൻ ഫീൽ കിട്ടി. എല്ലാവർക്കും ഇഷ്ടമായി, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വലിയ പീസസൊക്കെ ആയിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമായി. കൂടുതലും ആ ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടാൻ കാരണം അത് ആ മീൻ ചട്നിയുടെ ഒപ്പം ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോഴാണ് നമുക്ക് ആ ശരിക്കും നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ നമുക്ക് അതിൽ കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും പിന്നെ ആ കാഷ്യൂൻ്റെ പേസ്റ്റും ആ ഒരു ചട്നിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ സീസർ സലാഡ്സ്, അത് പിന്നെ എല്ലാവർക്കും അറിയാലോ. എനിക്ക് സീസർ സലാഡ്സിൻ്റെ ആ ഡ്രസ്സിങ് ഭയങ്കര ഇഷ്ടമുണ്ട്. അതും ഈ ഇതൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ പാസ്ത പിന്നെ അത്രയും നമ്മൾ കുറേ വെറൈറ്റീസ് ട്രൈ ചെയ്ത കാരണം പാസ്ത പക്ഷേ നമുക്ക് അത്ര ഒരു ഇഷ്ടപ്പെട്ടില്ല. കാരണം ഭയങ്കര ഒരു ഡ്രൈ ഫീലിംഗ് ആണ്. ഇതിൻ്റെ ഒപ്പം പിന്നെ പാർമെസൻ ചീസ് ഉണ്ടായിരുന്നു, പിന്നെ ചില്ലി ഫ്ലേക്സും പിന്നെ ഒറിഗാനോ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്ത് കഴിച്ചപ്പോഴും നമുക്കൊരു ഭയങ്കര ഒരു ഡ്രൈനെസ്സാണ് അതിൽ ഫീൽ ചെയ്തത്. പിന്നെ പിന്നെ ഈ പാസ്ത ഒരു എന്താ പറയുക, അധികം കുക്കാവാത്ത പോലത്തെ ഒരു ഇത് തോന്നി, ഒരു ഡ്രൈനെസ്. നമുക്ക് ലൈക്ക് ചവയ്ക്കാൻ തന്നെ കുറച്ചൊരു ഹാർഡ് ഫീലിംഗ് ആണ് ഉണ്ടായത്. അപ്പോൾ അത് നമുക്ക് അത്രയും ഈവൻ കുക്കുജി പോലും അത്ര ഇഷ്ടമായില്ല. എന്നാലും പിന്നെ കഴിച്ചു. പിന്നെ നമ്മൾ കഴിച്ചത് മറ്റേ തായ് ഫുഡ് കുങ് പോ ചിക്കൻ. അത് നമുക്കെല്ലാവർക്കും ഇഷ്ടമായി. ഒരു മിൻസ്ഡ് ചിക്കൻ, പിന്നെ അത് റൈസ് കുറച്ചൊരു സ്റ്റിക്കി ടൈപ്പ് പോലത്തെ റൈസായിരുന്നു. പിന്നെ മുകളിൽ എഗ് ബുൾസൈ അങ്ങനെ വെച്ചിട്ടായിരുന്നു. പക്ഷേ ഇഷ്ടപ്പെട്ടിട്ടോ അതെല്ലാവർക്കും. പക്ഷേ ഈ ഒരു പ്ലേറ്റ് ഒരാൾക്ക് ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റില്ല. അത് നമ്മൾ ഷെയർ ചെയ്ത് കഴിച്ചാൽ നമുക്കത് ഇഷ്ടപ്പെട്ടു. ഫുള്ളായിട്ട് അങ്ങനെ നമുക്ക് കഴിക്കാനുള്ളൊരു ഇതാവില്ല, ഫുൾ കഴിക്കാൻ പറ്റില്ല, തായ് ഫുഡല്ലേ. അപ്പോൾ ഇതായിരുന്നു നമ്മളെ ആനിവേഴ്സറി സെലിബ്രേഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുക്കുനെ ഡ്രോപ്പ് ചെയ്യാൻ പോയി. പിന്നെ കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് 2:45 ആയി ഇവിടുന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ. പിന്നെ കുക്കുനൊക്കെ ഡ്രോപ്പ് ചെയ്ത് തിരിച്ച് നമ്മൾ വീട്ടിൽ എത്തി. Happy wedding anniversary. വീട്ടിൽ എത്തി കുറേ കഴിഞ്ഞപ്പോൾ എനിക്കൊരു വേറൊരു വലിയ സർപ്രൈസ്. ഇത് ഭയങ്കര വലിയ സർപ്രൈസായിരുന്നു, തീരെ പ്രതീക്ഷിച്ചില്ല. ഞാനും ജഗദീപും ശൈലേച്ചിയും അനുബേട്ടനും അമ്പിളി മാമിയും അജിതമ്മാമനും അശ്വിനും നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സർപ്രൈസ് കേക്ക് ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര വലിയ സർപ്രൈസായി പോയി. യൂഷ്വലി എല്ലാവരും വിളിച്ചിട്ടാണ് വരാറ്, ഇതുവരെ വിളിക്കാണ്ട് നമ്മളെ സർപ്രൈസ് ചെയ്തു. പിന്നെ ഇന്നത്തെ ദിവസം നമ്മൾ കേക്കും മേടിച്ചില്ല കേട്ടോ. കാരണം കുക്കുനും പിന്നെ പെട്ടെന്ന് പോണ കാരണം അതിനുള്ളൊരു ടൈമിങ് നമുക്ക് ഉണ്ടായിരുന്നില്ല. കേക്ക് കട്ട് ചെയ്യാനും അങ്ങനത്തെ ഒരു ടൈമിംഗ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഭയങ്കര വലിയ സർപ്രൈസായി പോയി. യൂഷ്വലി നമ്മൾ ഇങ്ങനത്തെ സർപ്രൈസ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഇങ്ങനത്തെ ഒരു സർപ്രൈസ് ഇതുവരെ കിട്ടിയിട്ടില്ല. ആരും ഇങ്ങനെ പെട്ടെന്ന് നമ്മൾക്ക് വീട്ടിൽ വന്നിട്ട് അങ്ങനത്തെ ഒരു സർപ്രൈസ് നമുക്ക് കിട്ടില്ല. എനിക്കെങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് കൂടുതൽ ഭയങ്കര ഹാപ്പി ആയിട്ട് എന്താ നമ്മൾക്ക് സന്തോഷം വരുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കൊന്നും മനസ്സിലാവില്ല. അത് ഭയങ്കര ഒരു ഹാപ്പി ആയിപ്പോയി. താങ്ക് യു സോ മച്ച് അജിത
ഇത് മാമ അമ്പിളി മാമ ശൈലേച്ചി ആണമ്മേട്ടൻ അശ്വിൻ. ഇത് അമ്പിളി മാമയും ശൈലേച്ചി പ്ലാൻ ചെയ്തിട്ട് ഇവർ വന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവർ രണ്ടുപേരും 2 ഡയറക്ഷനിലാണ് താമസിക്കുന്നത്. ഇവിടുന്ന് കുറച്ച് നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്, ഒരു 40 മിനിറ്റ്സ് ട്രാവലിംഗ് ഉണ്ട്. എന്നിട്ട് ബൈ ഈവനിങ് അവർ എല്ലാവരും കൂടി ഗ്യാദർ ചെയ്ത് നമ്മളെ വീട്ടിലേക്ക് വന്നത്. ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു ദിവസം. എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞാൻ പിന്നെയും കുറേ വീഡിയോ ആയിട്ട് വരും. അപ്പോഴേക്കും ബൈ.